പാപത്തിന്റെ അഗാധ കൂപത്തിൽ വീണുപോയ മാനവകുലത്തിന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവന് നിത്യമായ സമാധാനവും സന്തോഷവും സമാധാനവും നൽകി കൊടുക്കുവാൻ സ്വർലോകം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനെ സ്നേഹിച്ച് അവന്റെ രൂപത്തിൽ അവന്റെ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ വസിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്ന ക്രിസ്തേശുവിന്റെ സത്യസുവിശേഷം ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ പണ്ടൊന്നുമില്ലാത്തതുപോലെ നമ്മുടെ ദേശത്ത് വർദ്ധിച്ചു വരുമ്പോ പ്രായമുള്ളവർ പണ്ട് ഉപയോഗിച്ചിരുന്ന മദ്യമൊക്കെ ഇന്ന് കുഞ്ഞുങ്ങൾ പോലും ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്കും പണ്ട് ചാരായവും അല്ലെങ്കിൽ വിദേശ മദ്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് സിന്തറ്റിക് ലഹരിയുടെ അനുഭവങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കുടുംബങ്ങൾക്കകത്ത് മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്ന് മദ്യം ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുത്തി വെക്കുന്ന വിനാശകരമായ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിതാക്കന്മാർ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും നേടിയെടുത്ത വസ്തുവകൾ മദ്യപാനത്തിന്റെ പേരിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് മുഴുവൻ വിറ്റുതുലച്ച് കുടുംബത്തെ കടക്കടയിലാക്കി എത്ര പേരുടെ ചരിത്രം ഈ ദേശത്തിനും പറയുവാനുണ്ട്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് രോഗാതുരമായ അനുഭവങ്ങൾക്കകത്ത് മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബത്തിന്റെ സാമ്പത്തികമായ അടിത്തറകൾ പോലും ഇളകിപ്പോയി കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം തകർന്നുപോയ കുടുംബങ്ങളുടെ ചരിത്രം ഈ ദേശത്തിന് പറയുവാനുണ്ട്. മദ്യത്തിന്റെ ലഹരിക്കകത്ത് സ്വന്തം കുടുംബം നോക്കാതെ കുഞ്ഞുങ്ങളെ നോക്കാതെ എവിടെയും മദ്യം അന്വേഷിച്ച് നടന്ന ഒടുവിൽ കുടുംബം ശിഥിലമായി പോയി കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തയക്കാൻ കഴിയാതെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം കരിപ്പിടിപ്പിക്കാൻ കഴിയാതെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ തകർന്നുപോയ എത്ര കുടുംബങ്ങളുടെ ചരിത്രം പറയാറുണ്ട്. അതിനുമപ്പുറം മദ്യവും മയക്കുമരുന്നും ഒക്കെ അവസാനം ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചവരുടെ ചരിത്രം ഈ ദേശനിവാസികൾക്കും പറയുവാനുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുകയല്ല, മറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. പണ്ട് എന്തെങ്കിലും പ്രായമായവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന ഇത്തരം ശീലങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളിലേക്കും സ്ത്രീകളിലേക്കും ഒക്കെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര കുഞ്ഞുങ്ങളെയാണ് സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നും നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നുമൊക്കെ സിന്തറ്റിക് ലഹരിയുമായി പിടികൂടുന്നത്. ഈ സിന്തറ്റിക് ലഹരി കടത്തുന്ന അല്ലെങ്കിൽ MDMA കടത്തുന്ന പല പ്രിയപ്പെട്ടവരെയും പിടികൂടുമ്പോൾ അതൊക്കെ സഹോദരിമാരാണ് എന്നുള്ളതാണ് അതിലേറെ യാഥാർത്ഥ്യം. ഇനി ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ് ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ്, അത് എല്ലാ മതത്തിൽപ്പെട്ടവരും ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും പ്രത്യേക ദേശക്കാരാണ്. നമ്മൾ കേരളത്തിലെ വാർത്തകളാണ് കൂടുതലായിട്ട് കേൾക്കുന്നതെങ്കിലും ലോകം മുഴുവനുള്ള എല്ലാ ദേശക്കാരിലും ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലഹരി മൂലമുണ്ടാകുന്ന വിപത്തുകൾ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ഒന്നും ഒതുങ്ങി നിൽക്കുകയല്ല. സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ നാനാ തുറകളിലും ഇതിന്റെ നീരാളി പിടുത്തത്തിനകത്ത് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ് ഞങ്ങൾ ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി സത്യസുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യനെ എത്ര നിയന്ത്രിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും അവന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. ആരും ആഗ്രഹിക്കുന്നില്ല മദ്യപിച്ച് തകർന്ന് അങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ജനത്തോടൊക്കെ സംസാരിക്കുമ്പോ മദ്യമൊക്കെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഇത് നിർത്താൻ ആഗ്രഹിച്ചവരാണ്, പല പ്രാവശ്യം ഞങ്ങൾ ഇത് ശ്രമിച്ചിട്ടുണ്ട്, എത്ര ഒന്നാം തീയതികളിൽ ഞങ്ങൾ ഇതിന് തീരുമാനമെടുത്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. വീണ്ടും ഞങ്ങളെ ഇതിലേക്ക് വലിച്ചടുപ്പിക്കുന്ന എന്തോ ഒരു ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുകയാണ്. ഇന്ന് മുതൽ പറയട്ടെ, മനുഷ്യനെ തിന്മയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന, മനുഷ്യനെ ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന മദ്യപാനത്തിലേക്കും ലഹരി പദാർത്ഥങ്ങളിലേക്കും അധാർമിക പ്രവൃത്തികളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തി മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്നു. ആ ശക്തിയാണ് പാപം എന്ന് പറയുന്നത്. പാപം ഈ ലോകത്ത് പ്രവേശിച്ചത് ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ദേശനിവാസികളായ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് നന്നായി അറിയാം, വിശുദ്ധ ബൈബിളുമായി നല്ല ബന്ധമുള്ളവരാണ് ഈ ദേശത്തുള്ളവർ.
നിരവധി പ്രാവശ്യം സത്യസുവിശേഷം കേട്ടിട്ടുള്ളവരാണ്. ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ സംബന്ധിക്കുന്നവരാണ് ഈ ദേശനിവാസികളായ ഭൂരിപക്ഷം പേരും. പക്ഷേ നാളുകളായി നിങ്ങൾ പിന്തുടരുന്ന ആരാധന ക്രമങ്ങളും നിങ്ങൾ പിന്തുടരുന്ന പ്രാർത്ഥനകളും നിങ്ങൾ വിശ്വസിക്കുന്ന മത പശ്ചാത്തലങ്ങളും മതവ്യക്തിയും ഒന്നും നിങ്ങളെ ഈ പാപത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു നിമിഷം ഞങ്ങൾ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്, പല വിധത്തിലുള്ള ആചാര കർമ്മങ്ങൾക്കകത്തൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യന് ഒരിക്കലും പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. മനുഷ്യന് സ്വയമേവ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അവന്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാ യേശു ലോകത്തിലേക്ക് വന്നത്. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സകലത്തിന്റെയും ഉടയവനായ, സകലത്തെയും കരുതുന്നവനായ, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ സത്യദൈവം ഈ ലോകത്തിൽ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാ. കാരണം പാപത്തിൽ കഴിയുന്ന മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല, അവന് ദൈവത്തോട് അടുക്കാൻ കഴിയില്ല, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല. എത്ര ലക്ഷങ്ങളുടെ കോടികളുടെ വിലയുള്ള ഭദ്രാസന പള്ളിക്കകത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞാലും ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാൻ പാപം അകത്തു നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് കഴിയില്ല. പാപത്തിന് പരിഹാരം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ. അത് സാധ്യമാക്കുവാൻ ഇവിടെ നടത്തുന്ന ഒരു കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മതപരമായ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും നേർച്ചകൾക്കും നോമ്പുകൾക്കും കഴിയില്ല എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ബന്ധപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, അതാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഏക മാർഗത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നില്ല. കാരണം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നവൻ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ. മറ്റൊരു മധ്യസ്ഥനുമില്ല. മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന മറ്റൊരു മധ്യസ്ഥനും ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിന്ന് മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ച് അവനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുവന്നത് യേശു മാത്രമാകയാൽ യേശു മാത്രമാണ് ഏക മധ്യസ്ഥനെന്ന് ഒരിക്കൽ കൂടി ഈ മണ്ണൂരിന്റെ ഗ്രാമപ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയട്ടെ. അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല. ജനിച്ചു വീണതേ ക്രൈസ്തവ കുടുംബത്തിലാണ്. ജനിച്ചു വീണ ചില ദിവസങ്ങൾ കഴിയുമ്പോഴേ മാമോദീസ സ്വീകരിച്ചതാ. പാരമ്പര്യമായിട്ട് നിരവധി ആചാരങ്ങളും ഒത്തിരി പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ള കുടുംബമാണ്. ഇതുകൊണ്ടൊന്നും ആർക്കും ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. ദൈവത്തോട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ താങ്കൾക്ക് യേശു ക്രിസ്തുവിലൂടെ കഴിയൂ. അങ്ങനെ സാധിക്കണമെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ തെരുക്കോട് നിന്നുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു. എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളുടെയും ഞങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെയും ഈ ലോകത്ത് ഇന്നയോളം ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും ഇനി ജനിക്കാൻ പോകുന്ന സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുത്തു. യേശു ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിക്കാനാണ്. യേശുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ പരമപരിശുദ്ധനായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു, അവൻ പാപം അറിഞ്ഞിട്ടില്ലായിരുന്നു. പാപത്തെ കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത ദൈവപുത്രനായ ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു. ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക്
വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ശിക്ഷയായ മരണം, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളമായ മരണം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല, സ്വാഭാവിക മരണമല്ല, ആത്മഹത്യയല്ല, മറിച്ച് യേശുവിന്റെ മരണം ഒരു അകൃത്യയാഗമായിരുന്നു എന്ന് വേദപുസ്തകൻ പറയുന്നു. മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ നമുക്ക് പകരക്കാരനായി, എനിക്ക് പകരക്കാരനായി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായി കാൽവരിയുടെ മലയിൽ അകൃത്യയാഗമായി തീർന്നവരാണ് യേശു ക്രിസ്തു. നാളുകളായി നടത്തിയിരുന്ന മൃഗയാഗങ്ങൾ, നാളുകളായി നടത്തിയിരുന്ന നിരവധിയായ യാഗങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ സകലത്തിനും അറുതി വരുത്തിക്കൊണ്ട് ഒരിക്കലായി ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ എന്നേക്കുമായി പാപത്തിന്റെ പരിഹാരം സംഭവിച്ചു. അതുകൊണ്ട് ഇനി പാപമോചനത്തിന് ഒരേ ഒരു മാർഗം ക്രിസ്തുവിനുള്ള വിശ്വാസത്താലല്ലാതെ ആർക്കും പാപമോചനം സാധ്യമല്ല. ഭൂദാശകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ കർമാനുഷ്ഠാനങ്ങളിലൂടെയോ ആർക്കും പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയില്ല. പാപപരിഹാരത്തിനായി ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. വിശ്വാസത്താൽ ആര് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്കാണ് പാപത്തിന്റെ മോചനം ലഭിക്കുന്നത്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാകട്ടെ, എത്ര കടും ചുമപ്പേറിയ പാപമാകട്ടെ, കോടതികൾ ക്ഷമിക്കില്ല, പോലീസ് സ്റ്റേഷനുകൾ ക്ഷമിക്കില്ല, ന്യായ സംഹിതകൾ ക്ഷമിക്കില്ല, കുടുംബക്കാർ ക്ഷമിക്കില്ല. എന്നാൽ ഏതു പാപിക്കും ക്ഷമ കിട്ടുന്ന ഒരു സങ്കേതം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ സന്നിധിയിൽ പാപക്ഷമ ലഭിക്കാത്ത ഒരു വ്യക്തിയുമില്ല. ഏതൊരു വ്യക്തിക്കും പാപക്ഷമ ലഭിക്കുന്നതാണ് യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, പാപക്ഷമ പ്രാപിച്ച്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ സൗജന്യമായി ദൈവം നിങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുകയാ. അതിന് സമ്പത്ത് ചെലവഴിക്കേണ്ട, മറ്റ് ദാനധർമ്മങ്ങൾ വേണ്ട, യാതൊരു കർമ്മങ്ങളും വേണ്ട, ആചാരങ്ങളും വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പാപിയായ മനുഷ്യൻ, യേശുവേ നീ എന്റെ ജീവിതത്തിലേക്ക് വരണമേ, നീ എനിക്ക് പകരക്കാരനായി കാൽവരിയിൽ യാഗമായി തീർന്നു, നിന്റെ രക്തത്താൽ എന്റെ പാപം കഴുകപ്പെട്ടു, നിന്റെ രക്തത്താൽ എന്റെ പാപത്തിന് മോചനം വന്നുവെന്ന് ആർ വിശ്വസിക്കുന്നു അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാ. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവത്തിന്റെ മകനും മകളുമായി മാറാം. എത്ര സൗജന്യമാണെന്നറിയാമോ? ഏതെങ്കിലും ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ടല്ല ഒരു വ്യക്തി ദൈവത്തിന്റെ മകനായി മാറുന്നത്. ദൈവത്തിന്റെ മകനായ ഒരു മനുഷ്യന് മാറാൻ കഴിയുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് സൗജന്യമായി ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്നുപോലെ ദൈവിക കുടുംബത്തിലെ അംഗമായി നിങ്ങൾക്ക് മാറാൻ കഴിയും. നിങ്ങൾ ഒരുപക്ഷെ ഇവിടുത്തെ അറിയപ്പെടുന്ന ഏതെങ്കിലും പള്ളിയുടെ രജിസ്റ്റർ നിങ്ങളുടെ പേര് കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ വിശ്വാസത്താൽ ദൈവത്തിന്റെ മകനായി മാറി, മകളായി മാറി, ക്രിസ്തുവിന്റെ കുടുംബത്തിന്റെ അംഗമായി മാറിയാൽ ഇന്ന് മുതൽ ഈ തെരുക്കോടിനോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയും. പാപത്തെ ജയിച്ചൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ കുടുംബത്തിലെ അംഗമായി മാറുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഇങ്ങനെ ജീവിതത്തിന്റെ പലവിധമായ അനുഭവങ്ങൾക്കകത്ത്, തിന്മകൾക്കകത്തൊക്കെ ജീവിച്ചവരാ ഞങ്ങളൊക്കെ. എന്നാൽ ഞങ്ങളുടെ ജീവിതയാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടി. പാപത്തിന്റെ പരിഹാരനായി കാൽവരിയിൽ മരിച്ച യേശുവിനെ ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം. അതാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തന്നത് യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ്. യേശുവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ പകർന്നത്. പ്രിയമുള്ളവരെ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം പ്രാപിക്കുന്നതൊന്നുമല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോട് ഒപ്പമുള്ള ജീവിതമാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ഈ ഭൂമിയിൽ വെച്ചാണ്, ഇപ്പോഴാണ്, ഇപ്പോൾ ശരീരത്തിലിരിക്കുമ്പോഴാണ്. വചനം ഇങ്ങനെ പറയുന്നു, ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിലിരിക്കുമ്പോ നിങ്ങൾ യേശുവിനെ കണ്ടറിഞ്ഞ ആ നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കണം. അത് നിങ്ങൾ ഇപ്പോൾ പ്രാപിച്ചാൽ മരണത്തിനപ്പുറവും നിങ്ങൾക്ക് യേശുവിനോടൊപ്പം നിത്യതയിൽ ചെലവഴിക്കാം.
പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കാൽവരി ക്രൂശിൽ മരിച്ച യേശു മാത്രമല്ല, മരണത്തെ ജയിച്ച, കല്ലറകളെ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെയാ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനമുണ്ടെന്ന് വചനം പറയുന്നു. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനമുണ്ട്. ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, മരിച്ചതിന് ശേഷം ആരെങ്കിലും ഒക്കെ നടത്തുന്ന നേർച്ചകളോ കാഴ്ചകളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകളോ കൊണ്ട് ആർക്കും നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയില്ല. നിത്യതയിൽ എത്തിച്ചേരാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണത്തിനപ്പുറവും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയൂ, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയൂ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ അടിവരയിട്ട് പറയട്ടെ, ഇപ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ, ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചാൽ മരണത്തിന് ശേഷവും യുഗയുഗങ്ങളോളം നിങ്ങൾക്ക് ക്രിസ്തുവിൽ കൂടി ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയും. അല്ലാതെ മറ്റാർക്കും ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു പുരോഹിതന്മാർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയുടെ പ്രമാണങ്ങൾക്കോ നിങ്ങളെ നിത്യതയിൽ എത്തിക്കാൻ കഴിയില്ല. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു ഒരിക്കൽ മനുഷ്യന്റെ പാപം പരിഹരിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ഇനി യേശു വരാൻ പോവുകയാണ്. യേശു മടങ്ങി വരും. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. യേശു വരാൻ സമയമായി. നമ്മുടെ നാട്ടിൽ അധർമ്മം പെരുകുമ്പോ, ഓരോ ദിവസവും പാപത്തിന്റെ പ്രവൃത്തികൾ ദേശത്ത് ഇങ്ങനെ പെരുകി വരുമ്പോ, പ്രിയമുള്ളവരെ, മദ്യപാനവും ലഹരി മരുന്നും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആ മാതാപിതാക്കന്മാരും അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളും അപ്പനെ അമ്മയെ കൊല്ലാൻ പഠിക്കാത്ത മക്കളും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന അനുഭവങ്ങളും ഇങ്ങനെ പാപത്തിന്റെ പ്രവൃത്തികൾ, ക്രിമിനൽ സ്വഭാവങ്ങൾ ദേശത്ത് വർദ്ധിക്കുമ്പോൾ അറിഞ്ഞോണം, അധർമ്മം പെരുകുന്നത് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. കർത്താവ് വരാൻ സമയമായി. മധ്യാകാശത്ത് കാഹളം ധരിക്കുന്ന സമയം സമാഗതമായി. ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേൾക്കാൻ സമയമായി. ആ ശബ്ദം എല്ലാവരും കേൾക്കില്ല. ആ ശബ്ദം കേൾക്കുന്നത് ആരാന്നറിയാമോ? ഇവിടെ യേശുവിൽ വിശ്വസിച്ച, പാപത്തെ പരിഹരിച്ച് പാപമോചനം പ്രാപിച്ച് കൃപയിൽ നിൽക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവതിരുമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർക്കുവാൻ യേശുവാനമേഘങ്ങളിൽ വരാൻ സമയമാണ്. അതിന്റെ ഓരോ ലക്ഷണങ്ങളാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അധർമ്മം പെരുകുന്നതും സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നതുമൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് വരാൻ സമയമായി. അധികം കാലമില്ലെന്നേ. ഇനി ഈ തമ്പേറടിക്കാനും ബഹളം ഉണ്ടാക്കാനും പാട്ടുപാടാനും ഈ സുവിശേഷം പ്രസംഗിക്കാനും ഒന്നും അധിക നാള് സമയമില്ല. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും എടുത്തിരിക്കുമ്പോ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാ. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ നിത്യമായ ആനന്ദത്തിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഈ അനുഭവത്തിലേക്ക്, ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക്, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.